നമസ്കാരം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകം തുടങ്ങാറായി അല്ലേ? അപ്പോൾ കർക്കിടകം 1 തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കർക്കിടകം തുടങ്ങാറായി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മ ഓണത്തിലേക്കാണ് അല്ലേ? കർക്കിടകം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിങ്ങത്തിലാണ് ഓണം. അപ്പോൾ കർക്കിടകം തുടങ്ങുന്നു എന്ന് പറയുമ്പോഴേ തന്നെ നമുക്ക് രാമായണ മാസമാണ്, അതൊക്കെ ഓർമ്മയാണ്, അതൊക്കെയുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഓർമ്മ മുഴുവനും നമ്മുടെ ഓണത്തിലേക്കാണ്. ചിങ്ങമാസം, ചിങ്ങം പറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഓണത്തെക്കുറിച്ചിട്ടാണ് ഓർമ്മകളെല്ലാം അല്ലേ? അപ്പോൾ ആ ചിങ്ങത്തെ വരവിൽ ചിങ്ങത്തിൽ ആ ഓണത്തിനും കൂടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ കർക്കിടകം 1 മുൻപായിട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും പറമ്പും ഒക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ എല്ലാ ദിവസവും വൃത്തിയാക്കുന്നത് പോലെയല്ല, ആ കർക്കിടകം 1 മുമ്പായിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ പഴയ സാധനങ്ങളും എല്ലാ മുക്കും മൂലയും നമ്മൾ തുടച്ച് വൃത്തിയാക്കും അല്ലേ? വീടാണെങ്കിൽ ഓരോ മുക്കും മൂലയും നമ്മൾ തുടച്ച് വൃത്തിയാക്കും. മാറാലയൊക്കെ ഉണ്ടെങ്കിൽ, പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തട്ടി തൂത്ത് വൃത്തിയാക്കി വെക്കും. അടുക്കി വെക്കാനുള്ളതെല്ലാം അടുക്കി വെക്കും. ഇനി എന്തെങ്കിലും പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ടുന്നതാണെങ്കിൽ നമ്മൾ എടുത്ത് കഴുകി ഉണക്കി അത് ഉപയോഗിക്കാനായിട്ട് എടുത്തു വെക്കും. ഇല്ല വേണ്ടാത്തതാണെങ്കിൽ നമ്മൾ വെളിയിൽ കളയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയോ, കത്തിച്ച് കളയാനുള്ളതാണെങ്കിൽ കത്തിച്ച് കളയുകയോ ഒക്കെ ചെയ്യും. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പഴയ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് അത് ഈ കർക്കിടകം 1 തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ തലേദിവസം ഈ പഴയ സാധനങ്ങളെല്ലാം കത്തിക്കും. അത് കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ചേട്ടനെ പുറന്തള്ളുക എന്നുള്ളൊരു സൂചകമായിട്ടാണ് ആ പഴയ സാധനങ്ങളെല്ലാം കത്തിച്ച് കളയുന്നത്. നമ്മുടെ വീട്ടിലുള്ള അശുഭകരമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കത്തിച്ച് കളയുന്നത് വഴി ആ ചേട്ട ഭഗവതീനെ നമ്മൾ പുറന്തള്ളുക എന്നുള്ളതാണ് നമ്മൾ അവിടെ അർത്ഥമാക്കുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് ചൂല്, മുറം, പഴയതായിട്ടുള്ള ചൂലൊക്കെ ഉണ്ടാവുമല്ലോ. പണ്ടൊക്കെ ഈർക്കിലി ചൂലും മുറവും ഒക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. ഇപ്പോഴാണ് പ്ലാസ്റ്റിക്കിൻ്റെ മുറവും അല്ലാണ്ട് പുല്ല് ചൂല് അതൊക്കെ ആയത്. പണ്ടൊക്കെ ഈർക്കിലി ചൂല് പിന്നെ മുറം അതെല്ലാം പഴയതായി കഴിയുമ്പോഴത്തേക്കും ഈ കർക്കിടക മാസത്തിലാണ് അതെല്ലാം, ഈ കർക്കിടക മാസം 1 മുൻപായിട്ടാണ്, തലേദിവസമാണ് ഇതെല്ലാം കത്തിക്കുന്നത്. ഇതെല്ലാം കത്തിച്ച് എന്താണ് നമ്മുടെ ഭഗവതീനെ കർക്കിടകം 1 പിറ്റേ ദിവസം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ഭഗവതിയാണ് നമ്മുടെ ഓരോ വീട്ടിലും കൂടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഭഗവതീനെ വരവേൽക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള അശുഭകരമായിട്ടുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റി അതെല്ലാം കത്തിച്ച് കളഞ്ഞ് നമ്മുടെ വീടെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി നമ്മൾ ഭഗവതിനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായിട്ടിരിക്കും. വീടിൻ്റെ അകം പോലെ തന്നെ അത്ര പ്രാധാന്യമുള്ളതാണ് വീടിൻ്റെ പുറവും, അതായത് നമ്മുടെ പരിസരവും. മുറ്റമൊക്കെ ആണെങ്കിൽ പുല്ലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് മുറ്റമെല്ലാം നല്ല ക്ലീനാക്കും. അതുപോലെ തന്നെ ചെടികളൊക്കെ ഒത്തിരി വളർന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെട്ടി ഒതുക്കും. പിന്നെ വെട്ടി ഒതുക്കി കഴിയുമ്പോഴത്തേക്കും മഴയൊക്കെ പെയ്ത് നല്ല പുതിയ നാമ്പൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് മുട്ടുകളുണ്ടാവും, പൂക്കളുണ്ടാവും. അതെല്ലാം നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഓണത്തിൽ നമുക്ക് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടാണ്, പിന്നീട് വളർന്നു വരുന്നവയെല്ലാം. അങ്ങനെ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി എല്ലാ പഴയ സാധനങ്ങളും എല്ലാം എല്ലാം കത്തിച്ചൊക്കെ കളഞ്ഞ് നമ്മുടെ ചേട്ട ഭഗവതീനെ തള്ളി കർക്കിടകം 1 ആകുമ്പോഴത്തേക്ക് നമ്മൾ ശ്രീ ഭഗവതീനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടും പറമ്പും പരിസരവും എല്ലാം ഒരുങ്ങിയിരിക്കും. പിറ്റേ ദിവസം കർക്കിടകം 1 തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രീബോധിയൊക്കെ വെച്ചിട്ട് ഭഗവതീനെ എഴുന്നള്ളിച്ച് വീടിൻ്റെ അകത്ത് ആനയിച്ചിട്ട് വിളക്കൊക്കെ തെളിയിച്ച് രാമായണ മാസം തുടങ്ങുകയാണല്ലേ? രാമായണമൊക്കെ വായിച്ച് അങ്ങനെയാണ് നമ്മുടെ കർക്കിടകം 1 അങ്ങ് തുടങ്ങുന്നത്. അപ്പോൾ കർക്കിടകം 1 തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിങ്ങമാസത്തിലേക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൃത്തിയാക്കലും ഒക്കെ കർക്കിടകം 1 തലേദിവസം മുമ്പായിട്ട് നമ്മൾ ചെയ്തു തീർക്കുന്നത്. കർക്കിടകം 1 തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയാക്കലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു മാസം മുഴുവനും നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. പിന്നെ ചിങ്ങമാസം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓണത്തിന്റെ ഒരുക്കങ്ങളായി അല്ലേ? ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് വൃത്തിയാക്കാനും ഒന്നും സമയം കിട്ടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് കർക്കിടകം 1 മുൻപായിട്ടാണ് നമ്മൾ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി പഴയ സാധനങ്ങളെല്ലാം കളഞ്ഞ് എല്ലാം കത്തിക്കാനുള്ളതെല്ലാം കത്തിച്ച് നമ്മുടെ വീടും പറമ്പും എല്ലാം ഒരുങ്ങുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പൂജാമുറിയുടെ കാര്യം. പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി ഉണക്കിയൊക്കെ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി പൂജാമുറിയാണെങ്കിൽ പൂജാമുറിയും വൃത്തിയാക്കണം. ഫോട്ടോകളൊക്കെ ഉള്ളത് അതെല്ലാം തുടച്ച് വൃത്തിയാക്കണം. നമ്മുടെ പൂജാപാത്രങ്ങളും നമുക്ക് പൂജയ്ക്കായിട്ട് എടുക്കുന്ന സാധനങ്ങളും എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കണം. പൂജാമുറിയാണെങ്കിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒഴിച്ചിട്ട് ബാക്കി
ബാക്കിയുള്ള ദിവസം ഏതെങ്കിലും നോക്കിയിട്ട് പൂജാമുറി വൃത്തിയാക്കാവുന്നതാണ്. പകൽ സമയം മാത്രമേ പൂജാമുറി വൃത്തിയാക്കാൻ പാടുള്ളൂ. സന്ധ്യാസമയം കഴിഞ്ഞ് രാത്രി സമയത്ത് നമ്മൾ പൂജാമുറി വൃത്തിയാക്കാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ട് ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് കിട്ടുന്ന പകൽ സമയത്ത് ഏതാണോ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയം നോക്കിയിട്ട് പൂജാമുറി വൃത്തിയാക്കാവുന്നതാണ്. കർക്കിടകമാകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഓർമ്മ എന്താണെന്നറിയാമോ? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അച്ചമ്മ വീടിൻ്റെ മുറിയുടെ അകമൊക്കെ ചാണകം മെഴുകും. പിന്നെ പഴയ ചൂലാണെങ്കിൽ അതൊക്കെ കത്തിക്കാനായിട്ടിടും, പഴയ തുണികളൊക്കെ കത്തിക്കാനായിട്ടിടും, അടുക്കളയിലുള്ള പാത്രങ്ങൾ മുഴുവനും കഴുകിയെടുത്ത് ഉണക്കാനായിട്ട് വെക്കും. പിന്നെ മുറമാണെങ്കിൽ ചെറിയ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ആണെങ്കിൽ അടുത്തുള്ളൊരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പുതിയ പൊളികളൊക്കെ ഇടിയിപ്പിച്ചിട്ട് ചാണകം കൊണ്ട് മെഴുകി ആ മുറം പുതിയതാക്കി എടുക്കും. തീരെ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അതും കത്തിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ പറമ്പൊക്കെ പുല്ലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കും. പിന്നെ കിളയ്ക്കാനുള്ളതൊക്കെ ഒരാളെ വിളിച്ചിട്ട് തെങ്ങിന് തടമൊക്കെ എടുപ്പിക്കും, കിളപ്പിക്കും. അങ്ങനെയൊക്കെയായിരുന്നു കുട്ടിക്കാലത്ത് എൻ്റെ കർക്കിടകത്തിലേക്കുള്ള ഓർമ്മകൾ. പക്ഷേ ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറിയല്ലോ. ഇപ്പോൾ നമുക്കൊന്നും അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും നമ്മുടെ വീടും പറമ്പും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കണം. ഒന്നിനു മുമ്പായിട്ട് തന്നെ വൃത്തിയാക്കി കളയാനുള്ളതെല്ലാം കളഞ്ഞ് കത്തിക്കാനുള്ളതെല്ലാം കത്തിച്ച് ശ്രീ ഭഗവതിയെ 1-ാം തീയതി ശ്രീ ഭഗവതിയെ കുടിയിരുത്താൻ വേണ്ടിയിട്ട് നല്ല ഐശ്വര്യമായിട്ട് തന്നെ നമുക്ക് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.